എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഈ വീഡിയോയിൽ ബീറ്റ തലസീമിയ എന്ന് പറയുന്ന ചെറിയൊരു ടോപ്പിക്കിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ബീറ്റ തലസീമിയ എന്ന് പറയുന്നത് ഒരു ജനറ്റിക് ഡിസോർഡറാണ്, ഒരു ഓട്ടോസോമൽ റിസസീവ് ഡിസോർഡറിന് എക്സാമ്പിളാണ്. സിവിയറായിട്ട് പേഷ്യൻറ്റിൻ്റെ ബോഡിയിലെ ഹീമോഗ്ലോബിൻ ലെവൽ സിവിയറായിട്ട് കുറയുന്ന കണ്ടീഷനാണ് ബീറ്റ തലസീമിയ എന്ന് പറയുന്നത്. പെർമനൻ്റ് ആയിട്ട് ജീൻ മ്യൂട്ടേഷൻ സംഭവിക്കുന്നത് കൊണ്ടാണ് ബീറ്റ തലസീമിയ ഡെവലപ്പ് ചെയ്യുന്നത്. ജീൻ മ്യൂട്ടേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഡി എൻ എക്ക് അബ്നോർമലായിട്ടുണ്ടാകുന്ന ചേഞ്ചസിനെയാണ് ജീൻ മ്യൂട്ടേഷൻ എന്ന് പറയുക. ബീറ്റ തലസീമിയ 3 ടൈപ്പ് ഉണ്ട്. ബീറ്റ തലസീമിയ മൈനർ ഉണ്ട്, ബീറ്റ തലസീമിയ ഇൻ്റർമീഡിയറ്റ് ഉണ്ട്, അതുപോലെ തന്നെ ബീറ്റ തലസീമിയ മേജറും പ്രസൻ്റ് ആണ്. ഏറ്റവും സിവിയർ എന്ന് പറയുന്നത് ബീറ്റ തലസീമിയ മേജർ എന്ന് പറയുന്ന തലസീമിയാണ്. ഇതിനകത്ത് 2 ജീൻസിന് സിവിയറായിട്ട് മ്യൂട്ടേഷൻ സംഭവിക്കും. കുട്ടീനെ സംബന്ധിച്ചിടത്തോളം ബോൺ ഡിഫോർമിറ്റീസ് പ്രസൻ്റ് ആയിരിക്കും, സിവിയർ അനീമിക് ആയിരിക്കും, അതുപോലെ തന്നെ ഹെപ്പാറ്റോമെഗാലി, സ്പ്ലീനോമെഗാലി, ജോണ്ടിസ് പ്രസൻ്റ് ആയിരിക്കും. സിവിയറായിട്ട് അനീമിയ ഡെവലപ്പ് ചെയ്യുന്നതുകൊണ്ട് ഇതൊരു സിവിയർ കണ്ടീഷൻ ആയതുകൊണ്ടും പേഷ്യൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഫ്രീക്വൻറ്റ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ആവശ്യമായി വരും. ഇതിൻ്റെ മാനേജ്മെൻ്റ് ആയിട്ട് കൊടുക്കുന്നത് തന്നെ ഫ്രീക്വൻ്റ് ആയിട്ടുള്ള ബ്ലഡ് ട്രാൻസ്ഫ്യൂഷനാണ്. ഫ്രീക്വൻ്റ് ആയിട്ട് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ചെയ്യുന്നതുകൊണ്ട് പേഷ്യൻറ്റിനെ സംബന്ധിച്ചിടത്തോളം അയൺ ഓവർലോഡ് ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. അയൺ ഓവർലോഡ് ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മുടെ ഓർഗൻ ഡാമേജിനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ കീലേഷൻ തെറാപ്പി പോലെയുള്ള മാനേജ്മെൻറ്റ് ഇതിന് ആവശ്യമായി വന്നേക്കാം. ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ചെയ്യുന്നതുകൊണ്ട് അയൺ ഓവർലോഡ് സംഭവിക്കുന്നതുകൊണ്ട് ഈ എക്സസീവ് ആയിട്ടുള്ള അയണിനെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കീലേഷൻ തെറാപ്പി ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ ഇൻഫോർമേറ്റീവ് വീഡിയോസ് കാണുന്നതിന് ജോമോൺസ് അക്കാഡമിയുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ DHA, ഹാദ്, എമോജ്, പ്രോമെട്രി, പിയേഴ്സൺ വ്യൂ, NHR പോലെയുള്ള എക്സാമുകൾക്ക് പ്രിപ്പയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്നുണ്ടെങ്കിൽ ജോമോൺസ് അക്കാഡമിയുമായി ബന്ധപ്പെടുക. താങ്ക് യു.